7 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ മനസ്സ്, ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് അവിടെയാണ്. നല്ല സന്ദർഭം നോക്കി ഞങ്ങള് അവിടെ വരും, നിങ്ങളുടെ കൂടെ എത്തും. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റികളെ പിടിച്ചെടുക്കുന്ന കുറെ ആളുകളെ പുറത്താക്കി ഇഷ്ടമുള്ള ആളുകളൊക്കെ അങ്ങനെ കയറ്റിയ സ്വാഭാവികമായിട്ടും ഇത് സ്വാഭാവികമായി നടപടിക്രമെന്ന രൂപത്തിൽ അങ്ങനെ നടന്നു പോകുന്ന അയാൾ ധരിച്ച് അങ്ങനെയാണ്. അവിടെയൊക്കെ മനസ്സ് വേദനിച്ച നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സ് വേദനിച്ച സഖാക്കളുണ്ട്. നിങ്ങൾ അറിയോ എത്ര സഖാക്കൾ? ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എല്ലാ സഹായങ്ങളും എനിക്ക് നൽകിയ, ഉപദേശങ്ങളും നൽകിയ, എൻ്റെ കയ്യിൽ പെശക് വന്നാൽ ഒരു പിതാവിനെ പോലെ എന്നെ ഉപദേശിക്കുന്നയാളാണ് ഉമ്മർക്ക. ആ ഉമ്മർക്കാന് മതിയായ അംഗീകാരം കൊടുക്കാൻ അവിടുത്തെ പാർട്ടി തയ്യാറായിരുന്നോ? അവഹേളിക്കല്ലേ ചെയ്ത് പലപ്പോഴും? സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സഖാക്കളുടെ മനസ്സ് അന്ന് വല്ലാതെ വേദനിക്കുകയാണ്. ആ വേദനിക്കുന്ന മനസ്സുകളിൽ നിന്ന് ഉയർന്നത് അന്ന് അമർന്ന് കത്തുന്ന തീയായിരുന്നു. കാരണം അമർന്ന് കത്താനേ വഴിയുള്ളൂ. കാരണം ഈ ഭീഷണിക്ക് മുമ്പിൽ പ്രതികരിക്കാനാകില്ല. ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ പ്രിയപ്പെട്ട സഖാക്കളും നിങ്ങളും തയ്യാറായപ്പോ അമർന്ന് കത്തിയിരുന്ന തീ ആളിക്കത്തുന്ന തീയായി മാറി. ആ ആളിക്കത്തുന്ന തീയുടെ പ്രതിഫലനമാണ് ഈ കൺവെൻഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വികാരം മാനിക്കേണ്ട സംസ്ഥാന നേതൃത്വം ഇത് മാനിക്കാൻ തയ്യാറായാൽ ശരിയായ നിലപാട് എന്താ കുഴപ്പം? ഓക്കെ അല്ലേ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ശരിയായ നിലപാട് സ്വീകരിക്കാൻ, തെറ്റുതിരുത്താൻ, കള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കാൻ, സ്പിരിറ്റ് കടത്തുകാരൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ ഞങ്ങളെല്ലാം ഈ ചുവന്ന പതാകയും പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ നാളെ നിൽക്കും. ഒരു സംശയം വേണ്ട. പക്ഷേ തിരുത്താൻ തയ്യാറാവണം. അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കൺവെൻഷൻ വിളിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു ബേജാറ്? ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടി എന്നറിഞ്ഞപ്പോഴേക്ക് ഈ പാർട്ടിയുടെ ഒരു ഗതികേട് നോക്കണം. ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന വിദ്വാൻ എല്ലാ സ്ഥലത്തും പോവുക, പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ പോവുകയാണ്. സുരേഷ് ബാബു വീടുകളിൽ പോകുന്നത് ചിറ്റൂർക്കാർക്ക് പ്രത്യേകം അതിൽ അത്ഭുതമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ആ പോക്കല്ല, ഈ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ, ആ പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഞാൻ ഇയാളെ ജാതകം വായിക്കാനൊന്നും ഇപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുക. സുരേഷ് ബാബുവിന്റെ ജാതകം വായിക്കാനൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ ജാതകം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും തല കറങ്ങി താഴെ വീഴും. അത് കേൾക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അയാൾ വീണോളന്നില്ല ഇത് പറഞ്ഞാലും കേട്ടാലും. കാരണം എന്താ വെച്ചാൽ കാട്ടുപോത്തിന്റെ കൊമ്പ് കൂട്ടണം, കാണ്ടാമൃഗത്തിന്റെ തൊലി കൂട്ടണം, അരപ്പലം കപ്പലമുളക്. ഇതിന്റെ ആൾരൂപം ആരാന്ന് വെച്ചാൽ അത് മൂപ്പരാണ്. മനസ്സിലായില്ല? കാട്ടുപോത്തിന്റെ കൊമ്പും കാണ്ടാമൃഗത്തിന്റെ തൊലിയും അരപ്പലം കപ്പലമുളകും കൂട്ടിയ എന്താ അവസ്ഥ? ഇതാണ്. അപ്പൊ അയാളിപ്പോൾ ഇത് കേട്ടാലും അയാൾക്ക് ബോധക്കേടൊന്നും വരാൻ പോകുന്നില്ല ഇവിടെ. പക്ഷെ ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാനത് സമ്മതിക്കണ്ടേ നിങ്ങളോട്, ഇതിലൊരു പ്രധാന ഉത്തരവാദി നിങ്ങൾ തന്നെയല്ലേ എന്നോട്. നിങ്ങൾ തന്നെയല്ലേ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമായി പറയണ്ടേ? ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കണം, ഈ തെറ്റ് പറ്റിയാൽ
തെറ്റ് പറ്റിയാൽ തെറ്റ് തുറന്ന് പറയാൻ തയ്യാറാവണ്ടേ? ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒരു സംഭവം. ഒരു നിയോഗമനുസരിച്ച് ഞാൻ ചിറ്റൂരിലേക്ക് പോവുകയാണ്. പോയി വിശ്വേട്ടനെ കാണുകയാണ്. വിശ്വേട്ടൻ്റെ വീട്ടിൽ എനിക്ക് ആകെ അടുത്ത ബന്ധം വിശ്വേട്ടനാണ്. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വേട്ടൻ നമുക്കൊരു നല്ല കാഡർ നമുക്കിവിടെ വേണമല്ലോ. അപ്പോൾ വിശ്വേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറേ ആളുകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അന്ന് ഈ സതീശനൊക്കെ വളരെ കുട്ടിയാണ്, ഒന്നും ആയിട്ടില്ല, വളരെ ചെറിയ കുട്ടിയാണ്. അപ്പം ആ രൂപത്തിലൊന്നും സതീശൻ്റെ ഒന്നും പേര് പരിഗണിക്കാൻ പറ്റില്ല. മൂപ്പരൊരു 4-5 പേര് പറഞ്ഞിട്ട് പറഞ്ഞു അത് പറ്റില്ല. ശരി, കള്ളും ഏർപ്പാടും കാശ് വാങ്ങലൊക്കെ ഉണ്ടെങ്കിലും നന്നാക്കാന്ന് വിചാരിക്കുക എന്നും പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ പേര് പറഞ്ഞതാണ്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, അത് കൊണ്ടുവന്നു സത്യം ആത്മാർത്ഥമായിട്ട് പറയുക. തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തുറന്നു പറയണ്ടേ? അങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി. പക്ഷെ ഇത്രയും വലിയ ഒരു ദുരന്തമായി ഇത് പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ ബാധിക്കും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ മുക്കിൽ കിടക്കുകയായിരുന്നു, അവിടുന്ന് കൊണ്ടുവന്നു. എത്രയെത്ര കേസുകളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ മുട്ടനാട് തമ്മിൽ അടിക്കുമ്പോൾ ചിതറിത്തെറിക്കുന്ന ചോര നക്കി തുടക്കാൻ വേണ്ടി കുറുക്കം കാത്തുക്കും. അതുപോലെ സഖാക്കളെ തമ്മിൽ അടുപ്പിക്കുന്നു.